ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവോണമാണല്ലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ. ഒപ്പം ഒരു സദ്യ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ സദ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ സദ്യയല്ല, ഇത് നമ്മുടെ സദ്യ കേക്കാണ്. അപ്പം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇത് എൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് ആരാണ് എന്താണെന്നൊക്കെ ഞാൻ വഴിയെ കാണിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ കേക്കിന് കുറച്ച് ഹൈറ്റ് കിട്ടാനായിട്ട് ഞാനിപ്പോൾ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂണ് സോഡ പൗഡറും പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 4 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കപ്പ് പഞ്ചസാര ഗ്രാനുൾസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി പഴയ പോലെ തന്നെ ഒരു സീവർ എടുക്കുക. മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എടുത്ത് 3-4 പ്രാവശ്യം അതൊന്ന് അരിച്ച് വയ്ക്കുക. ഞാൻ ഇതുപോലത്തെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിനിപ്പോൾ ഒരു 11 ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനും പുറത്ത് ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വാനില എസൻസ് ആണ് ആവശ്യം. ഇനിയിപ്പോൾ ഒരു സ്റ്റാൻഡ് മിക്സറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 4 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പം ഈ 4 മുട്ട ഞാനിപ്പോൾ 1/4 കപ്പ് ആയതുകൊണ്ടാണ് 4 മുട്ട എടുത്തത്. ഇതിലേക്ക് ഒരു മുട്ടയുടെ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാൻ ഒരു ടിപ്പാണ്. ഇത് നമ്മൾ ഈ മുട്ടയുടെ തോടുകൊണ്ട് തന്നെ പതിയെ എടുക്കുമ്പോൾ പെട്ടെന്ന് ഇതിൽ കയറും കേട്ടോ. പിന്നെ വാനില എസൻസും എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഒന്നിച്ച് തന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. അപ്പം സ്റ്റാൻഡ് മിക്സറിൻ്റെ ഗുണം ഇതാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 5-8 വർഷമായിട്ട് എൻ്റെ ഇത് ഇരിപ്പുണ്ട് കേട്ടോ. ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ ഇത്. അപ്പം ഇത് ഏകദേശം നല്ല രീതിയിൽ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് നമുക്ക് കണ്ടല്ലോ. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചിട്ട് ഒന്നിലിട്ട് 30 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ സ്പീഡപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാനൊന്ന് പാനൊന്ന് വെച്ച് നോക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിലിരിക്കുന്നതിന് ഇനി നമുക്ക് ഒരു വിസ്ക് കൊണ്ട് നമ്മൾ ഈ മാവൊന്ന് 3ആയിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പാലും കൂടെ ചേർത്ത് കുറേശ്ശായിട്ട് ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് തന്നെ, ഇതിലൊന്നും ഇനി എടുത്ത് പറയാനില്ല. നിങ്ങൾക്ക് എല്ലാപ്പോൾ കേക്ക് ചെയ്യാൻ പഠിച്ച് കാണും. 3 ബാച്ചാക്കി ഒന്ന് ഡിവൈഡ് ചെയ്ത് ഞാനിപ്പോൾ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് എന്നുള്ള രീതിയിൽ ഞാനൊന്ന് മാവൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഫ്ലഫി ആയിട്ടിരുന്നാലേ നമുക്ക് കേക്ക് നല്ല സെറ്റായിട്ട് കിട്ടുള്ളൂ. ഞാനൊന്ന് സ്പാച്ചില കൊണ്ട് അടിയിൽ നോക്കി ഒന്ന് റെഡിയാക്കി ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. എവിടെയെങ്കിലും പാലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അതിന് ശേഷം ആ പാനിലോട്ട് ഞാനൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ഞാനിപ്പോൾ ഒന്ന് ഓവനിലൊന്ന് വെക്കുകയാണ്. ഓവൻ സെറ്റപ്പിലോട്ട് വെക്കുകയാണ്. അത് ഇതായിരുന്നിപ്പോൾ ഒരു 50-55 മിനിറ്റ് ഏകദേശം 1 മണിക്കൂറോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പതിയെ ഇരുന്നാണ് ആക്കിയെടുത്തത്. ഇപ്പം ഞാനൊന്ന് തൊട്ടൊക്കെ നോക്കുകയാണ്. ഒന്നുമില്ല, നല്ല ഡ്രൈ ആയിട്ട്. ഇതിപ്പം 11.5 ഇഞ്ചും 1 ഇഞ്ചും ഹൈറ്റുമാണ് ഇതിനുള്ളത് കേട്ടോ. ആ പാൻ അങ്ങനെയാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ തണുത്തതിന് ശേഷം ഒന്ന് ഇങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ. അപ്പം നമുക്കിനി ഒന്ന് നോക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 11.5 ഇഞ്ചോളം ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബോർഡ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഏകദേശം അടുത്തുള്ള കുറച്ചുകൂടെ നീളവും വീതിയൊക്കെ ഉള്ള ഒരു ബോർഡ് തന്നെ എടുക്കണമെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത്. ഇപ്പോൾ എനിക്ക് ഏകദേശം ഇതൊരു 14.5 ഇഞ്ചുണ്ട്. അപ്പോൾ ഇത് കറക്റ്റാണ്, ഈ ബോർഡ് കറക്റ്റാണ്. ഇനി അതൊന്ന് പേപ്പർ ഇട്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇത് പിന്നെ റീയൂസ് ചെയ്യാം. കവറൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ മതി. ഞാനിപ്പോൾ അതിനൊന്ന് കേക്കൊന്ന് 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ഒന്ന് എടുക്കുന്നുണ്ട്. ഇത് 2 ലെയറേ നമുക്ക് കിട്ടുള്ളൂ, കൂടുതൽ ഹൈറ്റ് കിട്ടില്ല. ഇത് ഏകദേശം 1-1.25 കിലോയുടെ കേക്കിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാനിപ്പോൾ 2 ലെയറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി അറിയാമല്ലോ. ഞാനിപ്പോൾ അതൊന്ന് കാണിക്കുന്നില്ല, ഇല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. ഇപ്പോൾ ഞാൻ അതൊന്ന് വെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് ഞാനിപ്പം ഇനി ഇത് 2 ഇതും ഞാൻ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് വിപ്പ് ചെയ്യാൻ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഈ സദ്യ കേക്ക് ട്രൈ ചെയ്യുന്നത്. ഏകദേശം 2019 ഞാനത് ചെയ്തതാണ്. അതും ഒരു ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാനിപ്പോൾ കേക്ക് ഈ കണക്കൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മറിച്ചിട്ടാൽ വീഴരുത്, ആ ഒരു കണക്കിന് ആക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ കേക്ക് വെക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഈ നമ്മുടെ ബോർഡിൻ്റെ അറ്റത്ത് ആണ് വെക്കേണ്ടത്. അത് 1 ഇഞ്ച് പുറത്തോട്ട് തള്ളിയിരുന്നാലും കുഴപ്പമില്ല. ഇതിൽ അങ്ങനെയാണ് വെക്കേണ്ടത്. വെച്ചിട്ട് ഞാനിപ്പം കുറച്ച് പാലിലൊന്ന് കേക്ക് ഒന്നുകൂടെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് സാധാരണ പോലെ തന്നെ ഫ്രോസ്റ്റ് ചെയ്യുകയാണ്. അപ്പം ഫസ്റ്റ് ലെയർ ഞാനിപ്പോൾ വെച്ചിട്ട് ഒന്ന് ക്രീം നിരത്തിയിട്ടുണ്ട്. മീതെ ചെറിയ ക്രഷാണ്, വീട്ടിൽ ഉണ്ടാക്കിയ ചെറിയ ക്രഷാണ്. പിന്നെ അല്പം മിൽക്ക് മേടയുടെ മേളിൽ ഒന്ന് ചെയ്തിട്ട് 2ാമത്തെ ലെയർ ഞാനിപ്പോൾ വെച്ചു. അത്യാവശ്യം അതൊന്ന് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത്
ഒരു ഓവർനൈറ്റ് ഞാനിപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കേക്ക് കറക്റ്റായിട്ട് ഒരു പെർഫെക്റ്റ് കണ്ടീഷനിൽ കിട്ടുന്നത് കേട്ടോ. അത് അങ്ങനെ തന്നെ ചെയ്യണം. ഒരു ഓവർനൈറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഞാനിപ്പോൾ അത് വെച്ചിട്ട് ഇനി നമുക്ക് ലീഫിൻ്റെ മോഡലിൽ നമുക്കൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇഞ്ച് അല്പം തള്ളി വെച്ച് ആ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് അല്പം ഒന്ന് കയറ്റി തന്നെ ഏകദേശം ഒരു 2-2.5 ഇഞ്ച് അകത്തോട്ട് കയറ്റി നമ്മൾ ഒന്ന് ഒരു സ്കെയിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു നിരപ്പായിട്ട് നമുക്ക് കിട്ടും. ഇനി അതേപോലെ ഈ നമ്മൾ കർവായിട്ട് വരുന്ന 2 സൈഡുണ്ടല്ലോ അവിടെയും സ്കെയിൽ വെച്ച് ഒരു അല്പം മതിയേ. ഇത്രയും നമ്മൾ ആദ്യം കട്ട് ചെയ്ത് അത്രയും വീതി വേണ്ട, ഈ ഒരു ഇത് മതി. ഇനി അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമുക്കൊന്ന് ചെയ്യാം കേട്ടോ. ഈ ഒരു പീസ് ഇവിടെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് നമ്മൾ കട്ട് ചെയ്യാത്ത ഭാഗം ഉണ്ടല്ലോ അവിടത്തേക്ക് പതിയെ ആ പീസ് ഇങ്ങോട്ട് നീക്കി ആ സൈഡോട് ചേർത്ത് ഒട്ടിച്ച് വെക്കണം. അതായത് ഇത് കാണുന്ന പോലെ തന്നെ കുറച്ച് അകത്തോട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കണം. അതായത് നമ്മളൊരു ഇതും തൊട്ടപ്പുറത്ത് അതുമായിട്ട് ചേർന്ന് വരത്തക്ക രീതിയിൽ ഒരു കർവ് പോലെ തന്നെ വരത്തക്ക രീതിയിൽ ഒന്ന് ചേർത്ത് വെച്ച് നോക്കാം. അപ്പം അത് സെറ്റാവണമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇനി അവിടെ ഒരു ക്രീമൊക്കെ ചെറുതായിട്ടൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനൊന്ന് പൂർണ്ണമായിട്ടൊന്ന് ചേർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് അളവൊക്കെ നോക്കിയിട്ട് വേണം ഇത് വെക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇല്ലെങ്കിൽ ചേർത്ത് വെച്ച് പിന്നെ ബുദ്ധിമുട്ടാവും. ഇനി നമുക്ക് ഈ അത്രയും ഭാഗം കൂടെ നമുക്ക് വീണ്ടും ആ ഒട്ടിച്ച ഭാഗം കൂടെ ഒന്നുകൂടെ നമുക്കൊന്ന് ക്രീം ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ ഈ ചേർക്കുന്ന പീസുണ്ടല്ലോ അത് ഈ ക്രീമായിട്ട് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് തന്നെ ചേർത്ത് വെക്കണം. ഇനി ആ എക്സ്ട്രാ ഭാഗം നമുക്കൊന്ന് മാറ്റിയിട്ട് നമ്മൾ ആ 2 ഇഞ്ചോളം നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേളിലായിട്ട് ഒന്ന് ചേർത്ത് വെച്ച് ക്രീം ചെയ്ത് നമുക്കിനി സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ക്രം കോട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കേക്ക് അധികം വേസ്റ്റേജ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇങ്ങനെ ഈ റൗണ്ട് ഷേപ്പ് ചെയ്ത് അതിനെ ഒന്ന് ക്ലിയർ ചെയ്യുമ്പോഴുള്ള ഗുണം. ഇല്ലെങ്കിൽ നമ്മൾ സ്ക്വയർ പീസായിട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒരുപാട് കേക്ക് നമുക്ക് 2 സ്ക്വയർ കേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനെയും ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആദ്യം ഞാൻ അങ്ങനെയാണ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് കേക്ക് അതിൽ ഒരുപാട് വേസ്റ്റേജ് ഉണ്ടായിരുന്നു. പിന്നീട് രണ്ടാമതാണ് ഞാൻ അന്ന് കേക്ക് ബേക്ക് ചെയ്ത് പിന്നെ ഈ റൗണ്ട് ഷേപ്പിലോട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ എനിക്കത് അറിയാമെന്നുള്ളതുകൊണ്ട് പിന്നെ ഞാനിപ്പം ഇത് ഇങ്ങനെ തന്നെ എപ്പോഴും ചെയ്യാറ്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ അത്രയും പ്രൊഫഷണൽ ആണെങ്കിൽ നമുക്ക് കേക്ക് സ്ക്വയർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഒരുപാട് കേക്ക് വേസ്റ്റ് വരും കേട്ടോ. അതുകൊണ്ടാണ് ഇതാകുമ്പോൾ ഒരു കേക്ക് പോലെ നമുക്ക് ആ ചെറിയ 2 തുണ്ട് മാത്രമാണ് നമുക്ക് വേസ്റ്റേജ് ആയിട്ട് വരുന്നത്. കേക്ക് ഞാനൊന്ന് ക്രം കോട്ട് ചെയ്ത് അത്യാവശ്യം ഒന്ന് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനി ഒരു മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ക്രീമിൽ ഗ്രീൻ അത് ഗാർഡൻ ഗ്രീൻ കളറാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഗാർഡൻ ഗ്രീൻ്റെ ജെൽ കളർ ആവശ്യത്തിന് അധികം നമ്മൾ കളർ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ക്രീം ഇതിൽ പുറത്ത് ജസ്റ്റ് ചേർക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ക്രീം ഫിനിഷ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് മാത്രം ഞാനിപ്പം ഒരു പുറമേക്ക് മാത്രം ഒരു ചെറിയൊരു ലെയറേ ഞാൻ കൊടുക്കുന്നുള്ളൂ കേട്ടോ. കൊടുത്ത് ഞാനിപ്പോൾ ഒന്ന് കേക്ക് ഒന്ന് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ഇതുപോലത്തെ ഒരു കാർഡ് വെച്ച് നമുക്ക് പുറം ഒന്ന് നല്ല സ്മൂത്തൻ ചെയ്യാം. എന്നിട്ട് സൈഡൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കാം കേട്ടോ. ഇനി അതിൻ്റെ നമുക്കൊരു ഇലയ്ക്ക് ഒരു നടുക്കൊരു ഇത് വേണമല്ലോ. അപ്പം അത് സ്കെയിൽ വെച്ച് അതൊരു വര വേണമല്ലോ. അപ്പോൾ അതിന് ഒരു സ്കെയിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത ശേഷം ഞാൻ ബ്രഷിൻ്റെ അറ്റം വെച്ച് ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു സ്ക്രേപ്പർ എടുത്തിട്ട് കൈ കൊണ്ട് ചരിച്ചൊന്ന് നമുക്കതിൻ്റെ ആ ഡിസൈൻ ഉണ്ടല്ലോ, ഇലയ്ക്ക് ഒരു ഡിസൈൻ ഉണ്ടല്ലോ വര, അത് നമുക്ക് ഈ രീതിക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇപ്പുറത്തെ സൈഡ് നമുക്കിതുപോലെ തന്നെ ഒന്ന് എടുക്കാം. ഇതാ ഞാനിപ്പോൾ ഒന്ന് ചെയ്ത് അതിൻ്റെ ക്ലിയറാക്കി എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മൾക്കിപ്പോൾ ഒരു ഇല പോലെ തന്നെ തോന്നുന്നുണ്ടല്ലോ അല്ലേ? സോറി, ഇലയല്ല, വാഴയിലയാണല്ലോ. അപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? അപ്പോൾ എന്തായാലും ഫ്രിഡ്ജിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. നമുക്കപ്പം ചോറും കറികളൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയ ബ്രെഡ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഈ രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ട് വരാവേ. അത് നമുക്കിത് ചോറായിട്ടാണ് നമുക്കെടുക്കാം. ഇനി ഈ പീസസ് ഒന്ന് കളയേണ്ട, സൂക്ഷിച്ച് വെച്ചേക്കാം. ഇനി ഞാൻ നാരങ്ങയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ ഓറഞ്ച് മർമലേഡാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചൊന്ന് മാറ്റി ഒരു ടിന്നിലാക്കി വയ്ക്കാം. ഇനി ഒരു ബൗളിലോട്ട് വീട്ടിലുണ്ടാക്കിയ ചോക്ലേറ്റ് ഗനാഷാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ബ്രെഡിൻ്റെ ക്രംസ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. പഴം ഒന്ന് റെഡിയാക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ ഫോണ്ടൻ്റ് വർക്കാണ് ചെയ്യുന്നത്. പഴം ഒന്ന് കയ്യിലൊന്ന് ഉരുട്ടിയെടുത്തിട്ട് പിന്നെ ഈ രണ്ടറ്റം ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ഇഫക്റ്റ് കിട്ടാനായിട്ട് ഞാനിപ്പം പച്ചയുടെ ഒരു പെയിൻറ്റ് ശകലം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്, അത്ര തന്നെ. ഇനി നമുക്ക് 2 ചിപ്സും ഇവിടെ റെഡിയാക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഫോണ്ടൻ്റ് തന്നെ വളരെ തിന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറിയൊരു സ്പൂൺ കൊണ്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അതിൻ്റെ ചിപ്സിൻ്റെ ഒരു ഇഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രൗണിൽ ഒരു ബ്രഷ് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസിലേക്ക് കുറച്ച് യെല്ലോ കളറും ഇത്തിരി എള്ളും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ തോരനായിട്ടുണ്ട്. ഇനി നമുക്ക് അവിയലിന് ഒരു ബൗളിലോട്ട് കുറച്ച് ക്രീമും ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ ബ്രെഡിൻ്റെ പീസും പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ പൊടിച്ച ക്രംസ് കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
കളർഫുള്ളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യും. ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുള്ളൂ. ഇനി ഒരു ബൗളിലോട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഇടുക, കുറച്ച് ക്രീമും എള്ളും, നമ്മുടെ കറുത്ത എള്ളും കൂടെ ചേർക്കാം, മഞ്ഞ കളറും കൂടെ ചേർക്കാം കേട്ടോ. പഴത്തിൻ്റെ ഒരു കുറച്ച് കഷ്ണം കൂടെ ഞാനിപ്പോൾ അരിഞ്ഞ് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടെ ചേർത്ത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ വെള്ളരിക്ക കൊണ്ടുള്ള കറി ഉണ്ടല്ലോ, നമ്മുടെ കിച്ചടി എന്നൊക്കെ പറയുന്ന ആ കറി റെഡി ആയിട്ടുണ്ട്. അതൊരു ടിന്നിലോട്ട് ഞാൻ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനി വീട്ടിൽ ഉണ്ടാക്കിയ റസ്മലായിയുടെ ക്രഷാണ്. ഇനി അതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ഇട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ പൈനാപ്പിൾ കറിയാണ് കേട്ടോ, മധുരക്കറി എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ഈ ഉണ്ടാക്കുന്നതൊക്കെ ഓരോ ചെറിയ ടിന്നിലോട്ടൊക്കെ മാറ്റി നമുക്ക് എളുപ്പം സെർവ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് ബ്രെഡിൻ്റെ ക്രംസ് ഇടാം. അതിലേക്ക് രസ്മലായിയുടെ ക്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് അല്പം പാലും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കൂടെ തന്നെ കുറച്ച് കറുത്ത എള്ളും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് ബോളിയാണ്. ഞാനിപ്പം ഫോണ്ടൻ്റ് വർക്കല്ല, ഞാനിപ്പോൾ ശരിക്കും ഒറിജിനൽ ബോളി തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു ചെറിയൊരു ബോളി ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇലയിൽ വെക്കാനാണ് ചെറുതായിട്ട് ചെയ്യാൻ പറഞ്ഞത്. ഇനി വീട്ടിൽ ഉണ്ടാക്കിയ ഷുഗർ സിറപ്പാണ്. ഒരു ബൗളിലോട്ട് കുറച്ച് ക്രംസും അല്പം ഷുഗർ സിറപ്പും പിന്നെ ഈ ചെറിയ ക്രഷും കൂടും പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയുടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് പഴം നുറുക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് പീസസ് ആയിട്ടുള്ള ബ്രെഡും പിന്നെ കുറച്ച് ചെറിയ ക്രഷും പിന്നെ വീട്ടിലുണ്ടാക്കിയ പൈനാപ്പിളിൻ്റെ ക്രഷും കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് ബ്രെഡിൻ്റെ ക്രംസും പിന്നെ കുറച്ച് പഴം നുറുക്കും പിന്നെ ചോക്കോ ചിപ്സാണ് ചേർക്കുന്നത്. കേക്കിനൊക്കെ യൂസ് ചെയ്യുന്നില്ലേ അത് തന്നെയാണ്. ഇനി അല്പം മിൽക്ക് മെയ്ഡിൽ ശകലം പാലൂടെ ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഓലനാണേ. അപ്പോൾ നമ്മുടെ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചോറ് നമ്മുടെ ഫോണ്ടൻ്റൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്തൊക്കെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നേരത്തെ ചെയ്ത് വെക്കണം കേട്ടോ. ഇന്ന് കോൺഫ്ലവറിലിട്ട് വെച്ചാൽ ഇത് നല്ല ഡ്രൈ ആയി കിട്ടും. ഇത് നമ്മുടെ മധുര പച്ചടിയായി, പിന്നെ നാരങ്ങയായി, പരിപ്പ് കറിയായി, ഓലനായി, പിന്നെ ബീട്രൂട്ട് പച്ചടിയായി, പിന്നെ ഇഞ്ചി ആയിട്ടുണ്ട്, പിന്നെ കിച്ചടി നമ്മുടെ വെള്ളരിക്ക കറി അത് സാമ്പാറായി, പിന്നെ തോരനായിട്ടുണ്ട്, പിന്നെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത്തിരി പഞ്ചസാര പൊടി ഉപ്പായിട്ടെടുക്കാം. ഇനി ഇത് കേക്കിലോട്ട് സെറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. പഴവും പപ്പടവും, ഒരു പപ്പടം 3ആയിട്ട് മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് വെക്കുകയാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. ഞാനല്ല വയ്ക്കുന്നത്, എൻ്റെ ഒരു കസിൻ്റെ മോനാണ് വന്ന് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വിശേഷമുണ്ട്, ഞാൻ പറയാം. അപ്പോൾ കേക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് ബോളി എല്ലാം വെച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്, ചിങ്ങത്തിലെ വിശാഖമാണ്. അന്ന് തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ ശരിക്കും ബർത്ത്ഡേക്ക് വേണ്ടി കൂടിയതല്ല ഇത്. എല്ലാ പ്രാവശ്യവും ചേട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് നമ്മൾ കിറ്റ് വിതരണം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ അതിനായിട്ട് എത്തിയതാണ്. അന്ന് പിന്നെ സർപ്രൈസായിട്ട് ഞാനിപ്പോൾ കേക്ക് കൊണ്ടുവയ്ക്കുമ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് തന്നെ കേക്ക് ഉണ്ടോ കാര്യം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സദ്യ കേക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.